ഇന്ന് വളരെ രസകരമായിട്ടൊരു സംഭവം ഉണ്ടായി. നോപ്പിൽ വന്ന ഒരു പേഷ്യന്റ്, അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത്, ഡോക്ടറെ, ഓവുലേഷൻ്റെ സമയത്തിൻ്റെ മുൻപാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത്. ഓവുലേഷൻ്റെ സമയത്ത് കോണ്ടാക്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു 3 ദിവസം മുമ്പാണ് സെക്ഷുവലി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും എങ്ങനെയാണ് കൺസീവ് ആയതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ സ്ത്രീകളുടെ അണ്ടത്തിന്, എഗ്ഗിന് വെറും 24 മണിക്കൂർ 32 മണിക്കൂറിൻ്റെ ഒക്കെ ആയുസേ ഉള്ളൂ, അല്ലെങ്കിൽ മാക്സിമം ഒരു 2 days ആയുസേ ഉള്ളൂ. പക്ഷേ പുരുഷ ബീജത്തിന് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിൽ 5 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു 1 വീക്ക് വരെ ഒക്കെ ജീവനോടെ നിലനിൽക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ 4-5 ദിവസമൊക്കെ മുൻപാണ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവിടെ ബീജം ഹെൽത്തി ആയിട്ട് ജെനിറ്റൽ ട്രാക്റ്റിൽ നിലനിൽക്കെ അണ്ടോൽപാദനം എപ്പോൾ നടന്നാലും ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്, പ്രഗ്നൻസിക്ക് പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക.